ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇനി PSC മുമ്പോട്ട് നടക്കാൻ പോകുന്ന അക്കൗണ്ടൻറ്റ് എക്സാമുകൾക്ക് ഉള്ള MCQ സെക്ഷനാണ്. നമ്മളിവിടെ CSEB കോർപ്പറേഷൻ റിലേറ്റഡ് ടോപ്പിക്കുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CSEB എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ക്ലാസ് നമുക്ക് ഡെയിലി ഉണ്ട്. 2500 രൂപയാണ് ക്ലാസ്സിൻ്റെ ഫീസ് വരിക. കോർപ്പറേഷൻ റിലേറ്റഡ് ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം PSC വിളിച്ച അക്കൗണ്ടൻറ്റ് എക്സാമിനുള്ള സ്പെഷ്യൽ ക്ലാസ് ആണ്. എല്ലാ ദിവസവും രാത്രി 9:15 ലൈവായിട്ട് ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. നോട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ MCQ സെക്ഷനിലേക്ക് പോകാം. 1 by 1 ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും കൂടി ആലോചിക്കുക. ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ICA വാസ് ഫൗണ്ട് ഇൻ 1895, 1982, 1897, 1896. കറക്റ്റ് ആൻസർ ഓപ്ഷൻ A 1895 ആണ്. ഓക്കെ, അപ്പോൾ ICA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലിയൻസ് ആണ്. ICA ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലിയൻസ് ആണ്. നമ്മുടെ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ യുണൈറ്റഡ് ഓർഗനൈസേഷൻസ് ഒക്കെ പോലെ ഒരു വേൾഡ് വൈഡ് കോൺഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് ICA എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ ഒരു വേൾഡ് വൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ICA എന്ന് പറയുന്നത്. ഇത് ഫൗണ്ട് ചെയ്തത് ലണ്ടനിൽ നടന്ന ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് 1895 തുടക്കത്തിൽ ഇതിൻ്റെ ഹെഡ് ഓഫീസ് ലണ്ടനിലായിരുന്നു. പിന്നീട് 1982 ICAയുടെ ഹെഡ് ഓഫീസ് നമ്മൾ ജനീവയിൽ. മറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ പോലെ തന്നെ ICAയുടെയും പ്രധാനപ്പെട്ട ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് മെമ്പർ കൺട്രീസിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. അത് മെമ്പർ കൺട്രിക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഗ്രാൻഡായിട്ടൊക്കെ ICA കൊടുക്കാറുണ്ട്. ICAയുടെ ഫേമസ് കോൺട്രിബ്യൂഷനാണ് നമ്മളുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ICA 6 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ICAയുടെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ്. അവിടെ അപ്പെക്സ് ബോഡി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അപ്പെക്സ് ബോഡിനെ നമ്മൾ ജനറൽ അസംബ്ലി എന്ന് പറയും. അപ്പോൾ ICAയുടെ കൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേഷൻ പ്രിൻസിപ്പിൾ ഫോർമുലേറ്റഡ് ബൈ കാർവേ കമ്മിറ്റി എക്സെപ്റ്റ് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, ക്യാഷ് ട്രേഡിംഗ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ക്യാഷ് ട്രേഡിംഗ് കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ല, റോക്ക്ഡെയിൽ പൈനേഴ്സിൻ്റെ പ്രിൻസിപ്പിളാണ് ക്യാഷ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ നമ്മൾ 3 ആളുകൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. റോക്ക്ഡെയിൽ പൈനേഴ്സാണ് ഫസ്റ്റായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഫോർമുലേറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു 7 പ്രിൻസിപ്പിളുണ്ട്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ടു മെമ്പേഴ്സ് അക്കോർഡിംഗ് ടു ദർ ട്രാൻസാക്ഷൻ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇത്രയുമായിരുന്നു റോക്ക്ഡെയിൽ പൈനേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ. അതിനുശേഷം ICA ഈ പ്രിൻസിപ്പിൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് 1963 ICA ഡോക്ടർ കാർവേനെ ചെയർമാനാക്കി കാർവേ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാർവേ കമ്മിറ്റി 6 പ്രിൻസിപ്പിൾസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 6 പ്രിൻസിപ്പിൾ. അതിൽ പുതുതായിട്ട് വന്നത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിൾ. അതിനുശേഷം എഗെയിൻ 1995 മാഞ്ചസ്റ്ററിലെ മീറ്റിങ്ങിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ എഗെയിൻ നമ്മൾ സ്ലൈറ്റ് വേരിയേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഇന്നാക്ട് ചെയ്തത്.